പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ എൻ്റെ ശബ്ദം ലൈവിലൂടെ കേൾക്കുന്ന, വീഡിയോ കാണുന്ന, അപ്ലോഡ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ദൈവിക ആലോചനകൾക്ക് വേണ്ടി തന്ന ദൈവഭാഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ചിലരെ തൊടും. അനേകർക്കൊരു ഉത്തേജനവും സൗഖ്യമായിരിക്കും. അനേകരെ പരിശുദ്ധാത്മാവ് ഊർജത്തോടെ, ആവേശത്തോടെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കും. ആ വിധത്തിലൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരോട് ആഴമേറിയ ആത്മീയ വെളിപ്പാട് പറയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ക്ഷേമത്തോടെ ഇരിക്കുന്നുവെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷകൾ, നിങ്ങളുടെ ജോലികൾ, നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഇന്ന് പരിശുദ്ധാത്മാവ് രാത്രിയിൽ സംസാരിക്കുവാൻ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന ദൈവിക വചനം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായമാണ്. 4-ാം അധ്യായത്തിൻ്റെ അകത്ത് 2 കഥാപാത്രങ്ങളെ അതിമേധരമായി പറഞ്ഞിരിക്കുന്നു. അത് ഒന്നാമത്തെ വ്യക്തി കായിൻ, രണ്ടാമത്തെ വ്യക്തി ഹാബേൽ. പ്രൈസ് ഗോഡ്. 2 വ്യക്തികളും ദൈവത്താൽ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ്. പ്രൈസ് ഗോഡ്. ഈ 2 വ്യക്തികളും ജനിച്ചത്, 2 വ്യക്തികളും ഈ ഭൂമിയിലേക്ക് ഉരുവായത് ദൈവത്താൽ നിർമ്മിതമായ അല്ലെങ്കിൽ ദൈവം തന്നെ തിരഞ്ഞെടുത്ത, തൻ്റെ നാസ്തിത്വത്തിൽ ദൈവം ഊതി ജീവൻ കൽപ്പിച്ച, ആമേൻ ആമേൻ ആമേൻ, ഏദൻ തോട്ടത്തിൽ, ഏദൻ പറുദീസയിൽ ദൈവത്താൽ ദൈവിക കൽപ്പനയോടെ ജീവിച്ചു വന്ന ആദമിൻ്റെയും ഹവ്വയുടെയും ആമേൻ ഉദരത്തിലൂടെ പുറത്തു വന്ന 2 വ്യക്തികളെ കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം പഠിപ്പിക്കുന്നത്. ആരാധനകൾക്ക് വേണ്ടിയും ആരാധന അല്ലെങ്കിൽ കൊടുക്കുവാൻ ആമേൻ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട വ്യക്തികളുടെ തലമുറയാണ് കായിൻ ഹാബേലും. പ്രൈസ് ഗോഡ്. ദൈവം തിരഞ്ഞെടുത്ത ഒരു തലമുറ. പ്രൈസ് ഗോഡ്. ദൈവം ഉരുവാക്കിയ തലമുറ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ വേണ്ടി ദൈവം ആക്കി വെച്ച ഏദൻ ദേശത്ത് നിന്നും സ്തോത്രം, ദൈവത്താൽ ഉരുവാക്കപ്പെട്ട, ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട ആദമും ഹവ്വയും. പ്രൈസ് ഗോഡ്. അവരിൽ നിന്നാണ് കായിൻ, ഹാബേൽ, 2 പുരുഷ പ്രജ ഉരുവാകുന്നത്. പ്രൈസ് ഗോഡ്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ദൈവം തിരഞ്ഞെടുത്തതും ദൈവം തൻ്റെ സ്വന്തം കാഴ്ചപ്പാടിൽ അവർക്ക് വേണ്ടി ഏദനെന്ന ദേശത്തെ, ഏദനെന്ന തോട്ടത്തെ ഉരുവാക്കി അവിടെ പാർപ്പിച്ച ആദമും ഹവ്വയുടെയും ആമേൻ ഉദരത്തിൽ നിന്ന് ആമേൻ ഉരുവായ പുരുഷപ്രജയാണ് കായിനും ഹാബേലും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവം കൊടുത്ത നിർദ്ദേശങ്ങൾ, ദൈവം കൊടുത്ത വിഷനുകൾ, ദൈവം കൊടുത്ത കാഴ്ചപ്പാടുകൾ മാതാപിതാക്കൾ നശിപ്പിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം അവർക്ക് താമസിക്കുവാൻ, ആദമിനെയും ഹവ്വയ്ക്കും സുഖപ്രദമാകുന്ന ഒരു ഇരിപ്പിടം, ഒരു പാർപ്പിടം ദൈവം ഏദനെന്ന ആ തോട്ടത്തിൽ, ഏദനെന്ന പറുദീസയിൽ ആക്കി വെച്ചപ്പോൾ ഏദൻ പറുദീസയുടെ അന്തരീക്ഷത്തെ, ഏദൻ തോട്ടത്തിൻ്റെ ക്ലൈമറ്റിനെ ആദമും ഹവ്വയും നശിപ്പിച്ചു. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ആ നശിപ്പിച്ച
ആ ഏദൻ പറുദീസയുടെ അന്തരീക്ഷത്തെ ഇല്ലാതാക്കിയ നിമിഷം ഏദൻ തോട്ടത്തിൽ നിന്ന് ആദമിനെയും ഹൗവയെയും ദൈവം പുറത്താക്കി. പ്രൈസ് ഗോഡ്. ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവിക സാന്നിധ്യത്തെ, ദൈവിക അന്തരീക്ഷത്തെ, ദൈവത്തിൻ്റെ ക്ലൈമറ്റിനെ നശിപ്പിക്കരുത് നമ്മൾ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമ്മൾ നശിപ്പിക്കരുത്, ദൈവത്തിൻ്റെ താല്പര്യത്തെ നമ്മൾ നശിപ്പിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിഷനുകളെ, ദൈവിക ദർശനത്തെ നമുക്ക് നശിപ്പിക്കുവാൻ പാടുള്ളതല്ല. പ്രൈസ് ഗോഡ്. അതൊക്കെ നമ്മൾ ഒരു പൊന്നു സൂക്ഷിക്കുന്നത് പോലെ, പ്രൈസ് ഗോഡ്, അതൊക്കെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ദൈവിക ആത്മീയ ചിന്തകളെ പൊന്നെന്നതുപോലെ സൂക്ഷിക്കുന്നതൊന്നാണ് ദൈവിക അന്തരീക്ഷം, ദൈവിക കാഴ്ചപ്പാട്. ഈ അന്തരീക്ഷവും ഈ കാഴ്ചപ്പാടിനെ ആദമും ഹൗവയും നശിപ്പിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ക്ലൈമറ്റിനെ അവർ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്നും ആദമിനെയും ഹൗവയെയും പുറത്താക്കി. അവരിൽ നിന്നും രണ്ട് പുരുഷ പ്രജ ഉരുവാകുകയാണ്, കായിനും ഹാബേലും. പ്രൈസ് ഗോഡ്. കായിനും ഹാബേലും വളർന്ന് ഒരുവൻ ഇടയനായി തീർന്നു, ഒരുവൻ കൃഷിക്കാരനായി തീർന്നു. പ്രൈസ് ഗോഡ്. രണ്ടുപേരും ആദമിൻ്റെയും ഹവ്വയുടെയും ഇഷ്ടാനുസരണം ദൈവത്തിന് ആരാധന കൊടുക്കുവാൻ തീരുമാനിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാരണം ആരാധിക്കുവാൻ വിളിക്കപ്പെട്ട, ആ തോട്ടത്തിൻ്റെ അകത്തെ അന്തരീക്ഷത്തെ സൂക്ഷിക്കുവാൻ വിളിക്കപ്പെട്ട ആദമും ഹവ്വയും ദൈവിക ആരാധനയുടെ വിശുദ്ധിയെ നശിപ്പിച്ചപ്പോൾ, ഏദൻ തോട്ടത്തിൻ്റെ വിശുദ്ധിയെ ഇല്ലാതാക്കിയപ്പോൾ, പ്രൈസ് ഗോഡ്, തലമുറകളാകുന്ന കായിനോടും ഹാബേലിനോടും ഒരു പക്ഷേ ആദമും ഹവ്വയും പറഞ്ഞു കാണും, ദൈവത്തിന് ആരാധന കൊടുക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് ആരാധന കൊടുക്കണം, ദൈവത്തിന് പ്രസാദകരമാകുന്ന ആരാധന കൊടുക്കണം, ദൈവത്തിന് ഇഷ്ടം തോന്നുന്ന ആരാധന കൊടുക്കണം, ദൈവത്തിന് പ്രിയം തോന്നുന്ന ആരാധന കൊടുക്കണം. പ്രൈസ് ഗോഡ്. രണ്ട് തലമുറകളെ ആരാധിക്കുവാൻ, രണ്ട് തലമുറകളെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, രണ്ട് തലമുറകളെ ദൈവത്തിൻ്റെ താല്പര്യത്തെ കേൾക്കുവാൻ, കാണുവാൻ, അത് അനുഭവിക്കുവാൻ ആദമും ഹവ്വയും പഠിപ്പിച്ചു കാണും. കാരണം ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് ദൈവിക അനുഭവത്തെ ഉൾക്കൊള്ളുവാൻ, ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് ദൈവിക സാന്നിധ്യത്തെ ഉൾക്കൊള്ളുവാൻ, ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ തേജസ്സിനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവത്തിൻ്റെ ക്ലൈമറ്റിനെ, ദൈവത്തിൻ്റെ അന്തരീക്ഷത്തെ ഇല്ലാതാക്കിയത് ആദമിനും ഹവ്വയ്ക്കും അറിയാം. എന്നാൽ മറ്റൊരു തലമുറ ദൈവത്തിൻ്റെ അന്തരീക്ഷത്തെ, ദൈവത്തിൻ്റെ ക്ലൈമറ്റിനെ, ദൈവത്തിൻ്റെ തേജസ്സിനെ, ദൈവത്തിൻ്റെ ശബ്ദത്തെ, ദൈവിക മഹത്വത്തെ നശിപ്പിക്കരുത്, അതിനെ ഇല്ലാതാക്കരുതെന്ന് ഒരു പക്ഷേ മാതാപിതാക്കളായ ആദമിനും ഹവ്വയ്ക്കും ഒരു ചിന്താകുലം ഉണ്ടായി കാണും. അതിനുവേണ്ടിയാണ് കായിനെയും ഹാബേലിനെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനകൾക്കു വേണ്ടി, ദൈവിക ശബ്ദത്തെ തിരിച്ചറിയുവാനുള്ള ആരാധനകൾക്കു വേണ്ടി, ദൈവിക മഹത്വത്തെ തിരിച്ചറിയാനുള്ള ആരാധനകൾക്ക് വേണ്ടി പറഞ്ഞു വിടുന്നത് ആ ഒരു തലം, ആ ഒരു തേജസ് വെളിപ്പെടാനായിരിക്കാം. പ്രൈസ് ഗോഡ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആരാധനയെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, ദൈവിക മഹത്വത്തിനെ നമ്മൾ അലക്ഷ്യമായി കാണില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ അന്തരീക്ഷത്തെ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിനെ, ദൈവിക മഹത്വത്തെ നമ്മൾ അലക്ഷ്യമായി കാണില്ല. പ്രൈസ് ഗോഡ്. ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് മാതാപിതാക്കളായ ആദമും ഹവ്വയും ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവിക സാന്നിധ്യത്തെ, ദൈവിക തേജസ്സിനെ
അലക്ഷ്യമായി കണ്ടപ്പോൾ സ്തോത്രം അവർ സാത്താന്റെ കുരുക്കിൽ വീണു, അവർ സാത്താന്റെ പിടിയിൽ വീണു, അവർ സാത്താന്റെ മോഹത്തിൽ വീണു, അവർ സാത്താന്റെ വർത്തമാനത്തിൽ വീണു, അവർ സാത്താൻ കാണിച്ച ആ മോഹത്തിൻ്റെ അകത്ത് അവർ അടിമകളായി മാറി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ദൈവത്തിന്റെ കാഴ്ചപ്പാടിനെ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ദൈവിക ആരാധനയെ, ദൈവിക മഹത്വത്തെ നാം അലക്ഷ്യമായി കാണല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പലവിധമാകുന്ന അലക്ഷ്യാവസ്ഥ കൊണ്ട് ആമേൻ ഏതെങ്കിലും വിധത്തിൽ ആമേൻ 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 ഇരുട്ടായവൻ, പിശാചായവൻ വന്ന് ആരാധനയെ പോലും സ്തോത്രം നമ്മുടെ ജീവിത രീതിയെ പോലും കുടുംബജീവിതത്തെ പോലും തലമുറകളെ പോലും തച്ചുടയ്ക്കുവാൻ തക്കം നോക്കി നിൽക്കുന്ന ഈ കാലയളവിൽ പരിശുദ്ധാത്മാവാം ദൈവം ഈ രാത്രി സംസാരിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ദൈവത്തിന്റെ കാഴ്ചപ്പാടിനെ, ദൈവിക മഹത്വത്തെ നമ്മൾ അലക്ഷ്യമായി കാണല്ലോ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇതറിയാം, മാതാപിതാക്കൾക്കറിയാം. അലക്ഷ്യമായി കണ്ടതിൻ്റെ പരിണിത ഫലമായി ഏദൻ തോട്ടത്തിൽ നിന്നും ഞങ്ങൾ പുറത്താക്കപ്പെട്ടെന്ന് ഹല്ലേലൂയ ആദമനും ഹവ്വയ്ക്കും അറിയാമെന്നുള്ളത് കൊണ്ട് അവരാൽ ജനിക്കപ്പെട്ട കായിനോടും അവരാൽ ജനിക്കപ്പെട്ട ഹാബേലിനോടും പറഞ്ഞു, ദൈവത്തിന് ആരാധന കൊടുക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് യാഗാർപ്പണം ചെയ്യുന്നുണ്ടെങ്കിൽ സ്തോത്രം, നിങ്ങൾ ആരാധനയെ, ദൈവിക മഹത്വത്തെ നിങ്ങൾ അലക്ഷ്യമായി കാണല്ല. രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെയോ സംസാരിക്കുകയാണ് ദൈവിക അനുഗ്രഹത്തെ പ്രാപിക്കാൻ. ഇതുവരെയും കേട്ടതും ഹല്ലേലൂയ ഇതുവരെയും കണ്ടതും അവൻ അനുഭവിക്കാത്ത നിലവാരത്തിലുള്ള ദൈവിക അനുഭവത്തെ തിരിച്ചറിയുവാൻ വേണ്ടി ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവാൻ ദൈവം ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. സഹോദര സഹോദരി, നിങ്ങളോട് ഇടപെടുകയാണ്. ദൈവിക മഹത്വത്തെ, ദൈവിക സാന്നിധ്യത്തെ അലക്ഷ്യമായി കാണല്ല. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കൾ പറഞ്ഞു വിടുകയാണ് ആരാധനകൾക്ക് വേണ്ടി, ദൈവിക മഹത്വത്തെ തിരിച്ചറിയാൻ പറഞ്ഞു വിടുകയാണ്. ദൈവത്തിന്റെ ആമേൻ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മാതാപിതാക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് രണ്ട് തലമുറകളെ ആരാധനകൾക്ക് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരുവന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ആരാധനയല്ലായിരുന്നു. സ്തോത്രം, സ്തോത്രം. ഒരുവന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവിക മഹത്വത്തെ തിരിച്ചറിയണമെന്നുള്ള ആമേൻ ആഗ്രഹമല്ലായിരുന്നു. ഒരുവന്റെ ഹൃദയത്തിൻ്റെ അകത്ത് അവൻ ദൈവത്തിൻ്റെ തേജസ്സിനെ അല്ലെങ്കിൽ ആരാധന കൊടുക്കുന്ന സമയം എൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കണമെന്നുള്ള ഹല്ലേലൂയ കാഴ്ചപ്പാട്, ബോധ്യമോ അല്ലായിരുന്നു. പ്രൈസ് ഗോഡ്. ഇവന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ആരാധനകൾക്ക് വേണ്ടിയുള്ള അഹങ്കാരമായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചിലർക്കങ്ങനെ ആരാധനകൾക്ക് വേണ്ടിയുള്ള അഹങ്കാരം വരും. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനകൾക്ക് വേണ്ടിയുള്ള അഹങ്കാരം. പ്രൈസ് ഗോഡ്. ഉപവസിക്കുന്നു എന്നുള്ളതിൻ്റെ അഹങ്കാരം, കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ അഹങ്കാരം. പ്രൈസ് ഗോഡ്. ആമേൻ. രണ്ട് തലമുറകൾ ആരാധനകൾക്ക് വേണ്ടി പോകുന്നു. സ്തോത്രം. കായിൻ്റെ ജോലി സംബന്ധമായുള്ള ആരാധന പഴയ നിയമത്തിലുടനീളം പഠിച്ചു വരുമ്പോൾ അവർ ഏതൊക്കെ മേഖലയിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അതാത് മേഖലയുമായി ബന്ധപ്പെട്ട് ദൈവസന്നിധിയിൽ ആരാധന കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. വഴിപാടുകൾ കൊണ്ടുവരും. അങ്ങനെ ഒരു ആരാധനയാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് സ്തോത്രം നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്നത്. കായിൻ തൻ്റെ കൃഷിസ്ഥലത്ത് നിന്നും, സ്തോത്രം, കൃഷിസ്ഥലത്ത് നിന്നും ദൈവസന്നിധിയിൽ ആരാധന കൊടുക്കുവാൻ വേണ്ടി വന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കായിൻ വരുന്നത് തൻ്റെ താൻ നിർമ്മിക്കുന്ന കൃഷിസ്ഥലത്ത് നിന്നും ദൈവസന്നിധിയിൽ ആരാധന കൊടുക്കാൻ, വഴിപാടുകൾ കൊടുക്കാൻ വരുന്നു. പ്രൈസ് ഗോഡ്. ഹാബേൽ അവൻ ആട്ടിടയനായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആട്ടിടയനായ ഹാബേല്
അവൻ കടിഞ്ഞൂലിൽ നിന്നും നല്ലൊരു ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് ആരാധനകൾക്ക് വേണ്ടി വരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ കൊടുക്കുന്ന 1 മിനിറ്റ് ആണെങ്കിലും ആ 1 മിനിറ്റിൻ്റെ അകത്ത് ദൈവം പ്രസാദിക്കണമെങ്കിൽ ഈ 4-ാം അധ്യായത്തിൻ്റെ അകത്ത് ദൈവം എങ്ങനെയാണ് പ്രസാദിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധന കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വഴിപാട് കൊണ്ടുവരുമ്പോൾ, സ്തോത്രം, ഊനമില്ലാത്തത് കൊണ്ടുവരണം. മുടന്തുള്ളതിനെയും ഊനം ഉള്ളതിനെയും അല്ലെങ്കിൽ വൈകല്യമുള്ളതിനെ ഒന്നും ആരാധനകൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ വളരെ തെറ്റാണ്. പ്രൈസ് ഗോഡ്. നോക്കിയേ, ഈ 4-ാം അധ്യായത്തിൻ്റെ അകത്ത് കായിൻ കൃഷിക്കാരനായതുകൊണ്ട് ആ കൃഷി സ്ഥലത്ത് നിന്നും കൃഷിയുടെ ഭാഗത്ത് നിന്നും ദൈവസന്നിധിയിൽ വഴിപാടുമായിട്ട് വരികയാണ്. പ്രൈസ് ഗോഡ്. ഹാബേൽ ഒരു ആട്ടിടയനായതുകൊണ്ട് ആടിനെയും കൊണ്ടുവരികയാണ്. പ്രൈസ് ഗോഡ്. 2 വിധ ആരാധനകളുടെ രീതികൾ അവിടെ നടക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സമർപ്പണബോധത്തോടെ വരുന്ന ഒരു ആരാധന, ദൈവം എന്നോട് പ്രസാദിക്കണമെന്ന് പറഞ്ഞു വരുന്ന ഒരു ആരാധന, ദൈവം എന്നോട് കനിയണമെന്ന് പറഞ്ഞ് ആഗ്രഹത്തോടെ വഴിപാടുകൾ, നേർച്ചകൾ കൊടുക്കുന്ന ഒരു ആരാധനയുടെ, ദേവാലയത്തിൻ്റെ യാഗപീഠത്തിൻ്റെ ഒരു ആരാധന ഈ 4-ാം അധ്യായത്തിൻ്റെ അകത്ത് കാണാം. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, 1 മിനിറ്റാണോ നമ്മൾ ദൈവസന്നിധി ഇരിക്കുന്നത്? 5 മിനിറ്റാണോ ദൈവസന്നിധി ഇരിക്കുന്നത്? ആരാധന തുടങ്ങുമ്പോൾ ആരാധന തീരുന്നോടം വരെയും ദൈവത്തോടുള്ള സമർപ്പണവും ദൈവത്തോടുള്ള കാഴ്ചപ്പാടും ദൈവിക ഉദ്ദേശവും ഹൃദയത്തിൻ്റെ അകത്തുനിന്നും ദൈവസ്ഥിതിയിൽ കൊടുക്കേണ്ട ആരാധനകളും ഒരുപോലെ ആയിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരാധനയുടെ അഹങ്കാരം വരരുത്, ശുശ്രൂഷയുടെ അഹങ്കാരം വരരുത്. പ്രൈസ് ഗോഡ്. ഉപവാസത്തിൻ്റെ അഹങ്കാരം വരരുത്. പ്രൈസ് ഗോഡ്. ഇതെല്ലാം ദൈവസന്നിധി നിൽക്കുമ്പോൾ ഇതെല്ലാം അങ്ങയുടെ ദാനമാണെന്ന്, അങ്ങയുടെ കൃപയാണെന്ന് ഓർത്തിട്ടോ ആരാധന കൊടുക്കുന്ന സമയം താഴ്ന്നിരുന്നോണം. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ പകരുന്നു. സ്തോത്രം. താഴ്മയുള്ളവർക്കോ അവൻ കൃപ പകരുന്നു. താഴ്മയുള്ളവനെ അവൻ ഉപയോഗിക്കുന്നു, ഉയർത്തുന്നു. പ്രൈസ് ഗോഡ്. ദൈവസന്നിധിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ ജോലി സംബന്ധമായോ, അവരുടെ യാത്ര സംബന്ധമായോ, അവരുടെ പദവി സംബന്ധമായോ, അവരുടെ സ്തോത്രം ചെയ്യുന്ന സമ്പത്ത് സംബന്ധമായോ ആരെങ്കിലും അതിനെ വിളങ്ങിക്കാണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വന്നാൽ, സ്തോത്രം, ആരാധനയ്ക്കകത്ത് ദൈവം പ്രസാദിക്കത്തില്ല, ദൈവം അതിൻ്റെ അകത്ത് കനിയത്തില്ല, ദൈവം അതിനെ ആരാധനയെ ശ്രദ്ധ വെച്ച് നോക്കത്തില്ല. പ്രൈസ് ഗോഡ്. ആരാധനകൾക്ക് വേണ്ടി ഒരുവൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ അവൻ സമർപ്പണബോധത്തോടെയും താഴ്മ മനോഭാവത്തോടെയും വരണം. കായിനും ഹാബേലും ദൈവസന്നിധിയിൽ ആരാധനകൾക്ക് വേണ്ടി വന്നു. പ്രൈസ് ഗോഡ്. ഹാലേലൂയ, 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 ഹാലേലൂയ. തുറമാനം പഠിച്ചു വരുമ്പോൾ 12-ാം അധ്യായം 13-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ ആരാധനകൾക്ക് വേണ്ടി സമർപ്പണ ബോധത്തോടെ ഹാലേലൂയ അവൻ ഇറങ്ങിത്തിരിച്ച, അവൻ ഇസ്ഹാക്കിനെയും കൊണ്ടും ഇറങ്ങിത്തിരിച്ച അബ്രഹാമിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു സമർപ്പണ ബോധത്തോടെ ദൈവിക കാഴ്ചപ്പാടോടുകൂടി ദൈവിക അനുസരണത്തോടുകൂടി ദൈവസന്നിധിയിൽ ആരാധന കൊടുക്കുക വേണ്ടി കടന്നു പോകുന്ന ഒരു അപ്പന്റെ മനസ്സ്. പ്രൈസ് ഗോഡ്. ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ ആരാധനകൾക്ക് വേണ്ടി, വഴിപാടിന് വേണ്ടി, സ്തോത്രം, ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം എന്നോട് കനിയണം, ദൈവം എന്നോട് സംസാരിക്കണം, ദൈവിക മഹത്വം എനിക്ക് തിരിച്ചറിയണമെന്നുള്ള മനോഭാവത്തോട് കൂടി മാത്രമേ ആരാധനകൾക്ക് വേണ്ടി വരാവുള്ളൂ. പ്രൈസ് ഗോഡ്. ആമേൻ, ആമേൻ. കായിനും ഹാബേലും ആരാധനകൾക്ക് വേണ്ടി വന്നു. കായിൻ്റെ ആരാധനയെ ദൈവം പ്രസാദിച്ചില്ല. പ്രൈസ് ഗോഡ്. ഹാബേലിൻ്റെ ആരാധനയെ ദൈവം പ്രസാദിച്ചു. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവം പ്രസാദിച്ചില്ല എന്ന് ഓർത്തിട്ടാണ് കായിൻ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ ഹാബേലിനോട് പെരുമാറുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ എൻ്റെ ആരാധനയിൽ
എൻ്റെ സ്തുതികളിൽ ഹല്ലേലൂയ ദൈവം പ്രസാദിക്കും. ഹല്ലേലൂയ. എനിക്ക് മറ്റൊരു വിധത്തിൽ, മറ്റൊരു തരത്തിൽ ഞാൻ സമർപ്പണബോധത്തോടെ വരണം എന്നുള്ള മനോഭാവം, ഒരു മാനസാന്തരം കായിന് അവിടെ എടുക്കാമായിരുന്നു. പക്ഷെ ആരാധന, ദൈവത്തിൻ്റെ പ്രസാദം ഇറങ്ങി വരുമ്പോൾ, ആരാധനയുടെ നടുവിൽ വെച്ച്, ആരാധനയുടെ മഹത്വത്തിൻ്റെ കീഴിൽ വെച്ച്, ആരാധനയുടെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ വെച്ച് കായിൻ ഹാബേലിനെ കൊല ചെയ്യത്തക്ക നിലയിലുള്ള മനോഭാവത്തെ, വിചാരത്തെ അവൻ്റെ ഹൃദയത്തിൽ അവൻ ഉരുവിട്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആരാധിക്കുമ്പോഴും വൈരാഗ്യം, ആരാധിക്കുമ്പോഴും കൊല ചെയ്യണമെന്നുള്ള സ്തോത്രം ആശ അവൻ്റെ ഹൃദയത്തിൽ വരികയാണ്. ആരാധന കൊടുക്കുമ്പോഴും അവൻ പിറുപിറുക്കുന്ന അനുഭവം, ആരാധന കൊടുക്കുമ്പോഴും വൈരാഗ്യത്തിൻ്റെ അനുഭവം. ദൈവസന്നിധിയിൽ ആരാധിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ പ്രസംഗിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ മനോഭാവം വേറെയാണെങ്കിൽ, പ്രൈസ് ഗോഡ്, മനോഭാവം, ചിന്തകൾ വേറെയാണെങ്കിൽ, ഹല്ലേലൂയ, പ്രസംഗിക്കുന്ന പാടുന്നതെല്ലാം അവൻ അവിടുത്തെ നാമം ചൊല്ലിയാണ്. പക്ഷേ ആരാധനകൾക്ക് വേണ്ടി, പ്രസംഗത്തിന് വേണ്ടി അവൻ പാടുമ്പോൾ മനോഭാവങ്ങളും വിചാരങ്ങളും വേറെയാണെങ്കിൽ, ദൈവം പറയുന്നു ആരാധനയിൽ, ആ ദൈവിക പ്രസംഗത്തിൽ, ആ ദൈവിക വർഷിപ്പിൽ ദൈവം പ്രസാദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹാബേലിന്റെ ആരാധനയെ ദൈവം പ്രസാദിച്ചു. ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ഹാബേൽ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ ഒന്നെടുത്തു, അവയുടെ മേധസ്സിൽ നിന്നു തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. പ്രൈസ് ഗോഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ അകത്ത് 2 വ്യക്തികൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഉപവസിക്കുന്ന വ്യക്തിയാണ്, കൊടുക്കുന്ന വ്യക്തിയാണ്, ഞാൻ ആരാധനകൾക്ക് വേണ്ടി സമയം തെറ്റാതെ വരുന്ന വ്യക്തിയാണ്. പക്ഷെ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന, എൻ്റെ കൂടെ ആരാധിക്കുന്ന ചുങ്കക്കാരൻ, അവൻ പാവിയാണ്, അവൻ ഒന്നിനും കൊള്ളത്തില്ല, അവൻ ആലയത്തിൽ വരത്തില്ല, അവൻ ഉപവസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ച് ഒരു നീതിമാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, ചുങ്കക്കാരൻ ആരാധന കൊടുക്കുകയാണ്. പ്രൈസ് ഗോഡ്. സ്വർഗത്തെ പോലും നോക്കുവാൻ കഴിവില്ലാതെ, സ്തോത്രം, കഴിയാതെ മാറത്തോട് കരങ്ങൾ ചേർത്തടിച്ചിട്ട് പറയുകയാണ്, ഞാൻ പാപിയാണ്, എന്നോട് കനിവുണ്ടാകണമേ, എന്നോട് മനസ്സരിയണമേ. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. ഭയങ്കര ശുശ്രൂഷകളും ഭയങ്കര പ്രസംഗങ്ങളും ഒക്കെ ആയിരിക്കാം, അത് ദൈവം തരുന്ന ഗിഫ്റ്റ്, ദൈവം തരുന്ന കൃപയാണ്. അപ്പോഴും ഒരു താഴ്മയുടെ ആരാധന ഒരുവന്റെ അതരത്തിൽ നിന്ന് ഉയർന്നാൽ, അപ്പോഴും ഒരുവന്റെ ഹൃദയത്തിൽ നിന്നും താഴ്മയുടെ, വിശുദ്ധിയുടെ ആരാധന ഉയർന്നു കഴിഞ്ഞാൽ, കർത്താവ് അവൻ്റെ ആരാധനയിൽ, കർത്താവ് അവൻ്റെ ശുശ്രൂഷയിൽ പ്രസാദിക്കും. അവരിൽ നിന്നും ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഒഴുകും, അവനിൽ നിന്നും ദൈവിക ശുശ്രൂഷകൾ ഒഴുകും, അവനും ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ ശുശ്രൂഷകൾ അനേകരിലേക്ക് പകരപ്പെടും. അതാണ് ദൈവിക ശുശ്രൂഷയുടെ ഹല്ലേലൂയ ഉദ്ദേശമെന്ന് പറയുന്നത്. കായിൻ ഹല്ലേലൂയ വൈരാഗ്യം മൂത്ത് ആരാധന പ്രസാദിച്ചിരുന്ന ഹാബേലിനെ കൊല ചെയ്യത്തക്ക നിലവാരത്തിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പാപത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, അസൂയയുടെ, ദൈവിക ഭാവമില്ലാത്ത മനോഭാവത്തിൻ്റെ, ഹൃദയത്തിൻ്റെ കഠിനമേറിയ വ്യക്തിത്വമായി കായിൻ മാറി. പ്രൈസ് ഗോഡ്. Praise the Lord, praise the Lord, hallelujah, amen. ആരാധനയ്ക്ക് ദൈവം പ്രസാദിച്ചില്ല എന്നുള്ള കാരണത്താൽ, ആരാധന പ്രസാദിച്ച കായിനെ കൊല ചെയ്യത്തക്ക നിലവാരത്തിൽ അവൻ്റെ ഹൃദയത്തെ അവൻ തന്നെ കഠിനപ്പെടുത്തി. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, ശുശ്രൂഷകളും അഭേദികളും ഒക്കെ നിരവധി കാണും. പക്ഷേ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്, ഹൃദയത്തെ, സ്തോത്രം, കഠിനമായി, കല്ലായി സൂക്ഷിക്കരുത്. പ്രൈസ് ഗോഡ്. ദൈവിക മനോഭാവവും ദൈവിക ചിന്തകളും, ഹല്ലേലൂയ, ഒരുവന്റെ ഹൃദയത്തിൽ നിന്നും ദൈവസന്നിധിയിൽ ആരാധന കൊടുക്കുമ്പോൾ അവനിൽ നിന്നും ഉയരേണ്ട ഒന്നാമത്, ഹല്ലേലൂയ, ദൈവത്തെ പുകഴ്ത്തുക, ദൈവത്തിന് ആരാധന കൊടുക്കുക, താഴ്മ മനോഭാവം കൊടുക്കുക എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്,
ഹല്ലേലൂയ. അങ്ങനെ കായിൻ ഹാബേലിനെ കൊന്നു. സ്തോത്രം. ഹാബേലിനെ കൊന്നപ്പോൾ ആരാധന കൊടുക്കുന്ന സമയത്ത് ദൈവം പ്രസാദിക്കാതിരുന്ന കായിൻ്റെ ഹൃദയത്തോട്, കായിൻ്റെ കാതുകളോട് ദൈവം സംസാരിക്കുകയാണ്. ഹാബേലിൻ്റെ രക്തം എന്നോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഒരു നിലവിളിയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ആമേൻ. ദൈവസന്നിധിയിൽ നേരോടെ നിന്ന, ദൈവസന്നിധിയിൽ നേരോടെ ആരാധന കൊടുത്ത ഒരു വിശുദ്ധന്റെ രക്തം ദൈവത്തോട് സംസാരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ കാലഘട്ടത്തിലും ദൈവസന്നിധിയിൽ ആരാധന കൊടുക്കുന്ന, ദൈവസന്നിധി ദൈവത്തെ ഉയർത്തുന്ന, ആമേൻ, നീതിയോടെ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരുപാട് ദൈവദാസന്മാരെ പീഡിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, അവരുടെ രക്തം ദൈവത്തോട് സംസാരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം പറയുകയാണ്, കായിനെ, ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്നും ശബ്ദമുണ്ടാക്കുന്നു. ആ നിലവിളിയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു. പ്രൈസ് ഗോഡ്. 10-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. അതിനവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്നും ഏറ്റുകൊള്ളുവാൻ വായ് തുറന്ന് ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. പ്രൈസ് ഗോഡ്. ആരാധന നീതിയോടെ ചെയ്ത, ആരാധന നീതിയോടെ അർപ്പിച്ച, ആരാധന നീതിയോടെ കൊടുത്ത ഹാബേലിനെ അവൻ കുറിച്ച് അനുജനായ കായിനോട് കർത്താവ് സംസാരിക്കുകയാണ്, നീ ഒരു ശാപഗ്രസ്തനായി മാറുന്നു. ആരാധനകൾക്കു വേണ്ടി, പ്രാർത്ഥനകൾക്കു വേണ്ടി നീതിയോടെ സമർപ്പണ ബോധത്തോടെ പ്രാർത്ഥന കൊടുക്കുന്ന ഒരുവനെ അവൻ നിന്ദിച്ചാൽ, ആരാധന എന്ന പദം കൊണ്ട് അവനെ അവൻ ഇല്ലാതാക്കിയാൽ, വിശുദ്ധ ഗ്രന്ഥം പറയുന്നു അത് ദൈവസന്നിധി ശാപമാണ്. പ്രൈസ് ഗോഡ്. അവൻ ഒരു ശുശ്രൂഷകനെ, ഒരു പുരോഹിതനെ, അവൻ ഒരു പ്രവാചകനെ നീ ആരാധനകൾ കൊണ്ട് വിമർശനവും, ആരാധനകൾ കൊണ്ട് കുറ്റവും ആരാധനകൾ കൊണ്ട് ശാപവാക്കുകളും നീ ഉരുവിട്ടാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു നീ ഭൂമിയിൽ ഒരു ശാപമായി മാറും. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധിക്കുന്നവനെ നീ കുറ്റം പറയരുത്, പ്രാർത്ഥിക്കുന്നവനെ നീ കുറ്റം പറയരുത്, പ്രവാചകനെ നീ കുറ്റം പറയരുത്, ശുശ്രൂഷകനെ നീ കുറ്റം പറയരുത്, സഭയെ നീ കുറ്റം പറയരുത്, ഒരു മനുഷ്യനെയും നീ വിധിക്കരുത്. അത് നിനക്ക് ശാപമായി മാറും. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നീ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന്, അങ്ങനെ തിരുവചനം പറയുന്നേ, നീ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നീ വേറൊരു വ്യക്തിയെ നീ വിധിക്കാൻ പാടില്ല. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ആരാധനകളെയും പ്രാർത്ഥനകളെയും പ്രവാചകന്മാരെയും സഭയെയും ദേശത്തെയും ഒരുപോലെ വിമർശിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നു, അത് നിനക്ക് ശാപമായി മാറും. നീയും അതേ റൂട്ടിൽ പോകേണ്ടി വരും, ശാപത്തിന്റെ അതേ കീഴിൽ നീ പോകേണ്ടി വരും. സ്തോത്രം. ഹല്ലേലൂയ. കായിനോട് കർത്താവ് പറയാണ്, ദേശം അവൻ നിന്നെ ഏറ്റെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ശാപഗ്രസ്തനായ നിന്നെ ഏറ്റെടുക്കാൻ വേണ്ടി ദേശം ഭൂമിയിലിരുന്നു കൊണ്ട് അവൻ ആരാധന കൊടുക്കുന്ന നീതിമാനായ ഹാബേലിന്റെ രക്തം എന്നെ നോക്കി വിളിക്കുകയാണ്, നിലവിളിക്കുന്നു. അതിന് നീയാണ് ശാപമായി തീർന്നത്. സ്തോത്രം. സ്തോത്രം. ആരാധന കൊടുക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരുവനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ക്ഷമ പറയുവാൻ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു. അത് നിനക്ക് ശാപമായി വരും. ശാപമായി വരും. സ്തോത്രം. 12-ാമത്തെ വാക്യം, നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. പ്രാർത്ഥിക്കുന്ന, ആരാധന കൊടുക്കുന്ന ഒരുവനെ വിമർശന ബുദ്ധിയോടെ കണ്ട് അവനെ കൊല ചെയ്തിട്ട് ജീവനോടെ ശേഷിക്കുന്ന കായിനോട് പറയുകയാണ്, നീ ഇനി കൃഷി ചെയ്താൽ, നീ ഇനി വിതച്ചാൽ, നീ ഇനി എന്ത് തന്നെ കൃഷിഭൂമിയിൽ ചെയ്താലും മണ്ണിൽ ചെയ്താലും അത് നിനക്ക് വിളവ് തരത്തില്ല, വീര്യം തരത്തില്ല. നീ വിളയ്ക്കുന്നതെല്ലാം നീ ശാപമായി തീരും എന്ന് പറഞ്ഞാൽ നീ ഒരു ശാപമാണ്, നീ വിതയ്ക്കുന്നതെല്ലാം ശാപമായി തീരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 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 13-ാമത്തെ വചനം, നീ ഭൂമിയിൽ ഉഴന്നുലയുവാനാകും. കായിന് യഹോവയോട്, എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഇതാ നീ
എന്ന് നീ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴലുന്നവൻ ആകും. ആരെങ്കിലും എന്നെ കണ്ടാൽ പ്രൈസ് ഗോഡ് എന്നെ കൊല്ലും. കണ്ടോ, ആമേൻ. ആരാധന കൊടുക്കുന്ന ഹായിനെ കൊന്നുകളഞ്ഞപ്പോൾ വിശുദ്ധരായി ദൈവസന്നിധിയിൽ കൊടുത്ത ആരാധനകൾക്ക് വേണ്ടി കാബേലിനെ കായിൻ കൊന്നുകളഞ്ഞപ്പോൾ പറയുകയാണ്, നീ ഭൂമിയിൽ ഉഴന്നു നടക്കും. നീ മണ്ണിൽ വിതച്ചാൽ അത് നിനക്ക് വിളവ് വീര്യം തരത്തില്ല. എന്നിട്ട് അവൻ തിരിച്ചു പറയുകയാണ്, എന്നെ ആരെങ്കിലും കണ്ടാൽ കൊന്നുകളയും. പ്രൈസ് ഗോഡ്. ശാപം വന്ന് വീഴുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ആരാധന കൊടുക്കുമ്പോൾ, പ്രാർത്ഥന കൊടുക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ ആരാധനകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പാടുമ്പോൾ അത് നീതിയോടെ നിർമ്മലതയോടെ കൊടുക്കുമെങ്കിൽ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. മറ്റൊരു തരത്തിൽ ആരാധന കൊടുക്കുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ, പ്രവാചകനെ, ഉപദേഷ്ടാവിനെ, ഇടയനെ, ഒരു ചർച്ചിനെ, ദേശത്തെ നീ നിന്ദിക്കാൻ പാടില്ല. നീ അപമാനം, വിമർശനമായി നീ മുൻപോട്ട് വരാൻ പാടില്ല. അത് ദൈവസന്നിധിയിൽ ചെല്ലുകയും നിനക്കത് ശാപമായി തീരുകയും ചെയ്യും. നീ ദേശത്ത് ഉഴന്ന് നടക്കും. നിനക്ക് ദേശത്ത് അവൻ നല്ല രീതിയിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുന്നതല്ല. പ്രൈസ് ഗോഡ്. നിന്നെ ഉഴന്ന് നടക്കുവാൻ ഇടവരുത്തുന്ന യാതൊന്നിലും നീ അകപ്പെട്ടു പോകരുതെന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നീതിയോടെ ഒരു ആരാധന കൊടുക്കാം, നീതിയോടെ നിൽക്കാം, വിശുദ്ധിയോടെ നിൽക്കാം. ദൈവസന്നിധിയിൽ ആരാധന കൊടുക്കുമ്പോൾ നന്നായിട്ട് കൊടുത്തോണം. പ്രൈസ് ഗോഡ്. ദൈവസന്നിധി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്തോണം. ദൈവസന്നിധി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കൊടുത്തോണം. ഹല്ലേലൂയ. ആമേൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. ഏതെങ്കിലും നിമിഷത്തിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ നല്ലതായി ചെയ്തോണം, നന്മയായി ചെയ്തോണം. ഒരു നിമിഷം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ വന്ന എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവദാസന്മാരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷകൾ, അവരുടെ തലമുറകൾ, അവരുടെ ചർച്ചകൾ, അവരുടെ യാത്രകളെല്ലാം യേശുവിൻ നാമത്തിൽ അനുഗ്രഹമായി മാറണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലൈവ് കാണുന്ന സകലരുടെ മീതെ ദൈവിക കൃപകൾ ആത്മാവിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വീഡിയോ കാണുന്ന സകലരെയും കർത്താവായ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി നല്ല ഉറക്കം കൊടുത്ത്, നല്ല ദർശനത്താലും നല്ല സ്വപ്നത്താലും പരിശുദ്ധാത്മാവ് നിറയ്ക്കണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. മാനവും മഹത്വമെല്ലാം കർത്താവിന്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, ദൈവസ്ഥനെ നമുക്ക് നല്ലത് കൊടുക്കാം, ആരാധന നമുക്ക് നല്ലത് കൊടുക്കാം, നമ്മുടെ സ്തോത്രങ്ങൾ, ദശാംശങ്ങളൊക്കെ നല്ലത് കൊടുക്കാം, ദൈവസന്നിധിയിൽ കൊടുക്കാം. വിമർശിക്കുന്നവരും കുറ്റം പറഞ്ഞവരൊക്കെ ദൈവിക ശാപങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ നീതി, ദൈവിക സമാധാനം, ദൈവിക കൃപകൾ, ദൈവിക ആശീർവാദങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങി അനുഗ്രഹത്തോടെ ദൈവിക സ്വഭാവത്തോടു കൂടി നമുക്ക് ഈ ഭൂമി ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.